ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ. വേദിയിലിരിക്കുന്ന കർത്തദാസന്മാർക്കും അതുപോലെ സദസ്സിലുള്ള പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തിരുവചനം സത്യങ്ങളും അതുപോലെ തന്നെ കഴിഞ്ഞ നാളുകളിൽ ഷിബു പിടിയേക്കൽ ഉന്നയിച്ച ആരോപണങ്ങളോട് ചേർന്നുള്ള മറുപടിയുമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ എനിക്ക് മുമ്പേ സംസാരിച്ച സജീവ് വർഗീസ് എന്ന കർത്തൃദാസൻ പൂർണ്ണമായത് സ്നേഹമാണ് എന്നുള്ളതിന് ഷിബു പിടിയേക്കലിനെ പഠിപ്പിക്കലിന് ഖണ്ഡിക്കുകയുണ്ടായി. എന്നാൽ അവരുടെ മധ്യയിൽ നിന്ന് തന്നെ സംസാരിച്ച രണ്ട് കർത്തൃദാസന്മാർ പൂർണ്ണമായത് ക്രിസ്തുവാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺട്രഡിക്ഷൻ ഇവിടെ തന്നെ വ്യക്തമായി എന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ മറ്റു ചില കാര്യങ്ങൾ പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ചില ഉപചോദ്യങ്ങളൊക്കെ ഉന്നയിക്കപ്പെട്ടു. അത് എല്ലാം തന്നെ അഡ്രസ്സ് ചെയ്യുവാൻ തക്കണം 20 മിനിറ്റിൽ മറുപടി പറയുവാൻ തക്കണം കഴിയാത്തത് കൊണ്ട് പിന്നീട് ലഭിക്കുന്ന അവസരം പോലെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടോ മറ്റ് മുഖാന്തരങ്ങളിലൂടെയോ മറുപടി തരുന്നതാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് നേരത്തെ ഓൾറെഡി ഫ്ലോറിൽ നിൽക്കുന്ന ചോദ്യങ്ങളെ പ്രധാനമായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ മറുപടി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. തിരുവചനത്തിൽ വ്യക്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം തിരുവചനത്തിലെ മറ്റ് വ്യക്തമല്ലാത്ത ഭാഗങ്ങളെ വ്യാഖ്യാനിക്കുവാൻ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. കൃപാവരങ്ങളെല്ലാം തന്നെ പൊതുപ്രയോജനത്തിനായിട്ട് 12-ാം അധ്യായം 7-ാം വാക്യം കൊരിന്ത്യർ ലേഖനം, സഭയുടെ ആത്മീയ വർധനവിനായിട്ട് 14-ാം അധ്യായം 6, 12, 26 തുടങ്ങിയ വാക്യങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും എല്ലാ കൃപാവരങ്ങളും നൽകപ്പെട്ടിട്ടില്ല എന്ന് 12-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. എല്ലാവർക്കും എല്ലാ കൃപാവരങ്ങളും നൽകിയിട്ടില്ല. എല്ലാവരും അപ്പോസ്തലന്മാരോ, എല്ലാവരും പ്രവാചകന്മാരോ, എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവോ? ഇല്ല. എല്ലാവരും വ്യാഖ്യാനിക്കുന്നുവോ? ഇല്ല എന്നാണ് മറുപടി. അപ്പോൾ എല്ലാവർക്കും എല്ലാ കൃപാവരങ്ങളും നൽകിയിട്ടില്ല എന്നുള്ള വേദപുസ്തക പഠിപ്പിക്കലിന്റെ വ്യക്തമായ പഠിപ്പിക്കലിന്റെ അടിസ്ഥാനത്തിൽ വേണം കൺഫ്യൂഷൻ തോന്നാവുന്ന ഭാഗങ്ങൾ വിശദീകരിക്കുവാനെന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അന്യഭാഷകളുടെ വരം വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടിയാണ് നൽകിയത് എന്ന് നാം കേൾക്കുകയുണ്ടായി. അതുപോലെ തന്നെ മറ്റൊരു സത്യമാണ്, വരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. വരങ്ങൾ അവനവന് തന്റെ ഇഷ്ടം പോലെ വിഭാഗിച്ചു കൊടുക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് നൽകുന്നതാണ്. വരത്തിന് വേണ്ടി കാത്തിരിക്കുകയോ വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നും, വ്യാഖ്യാന വരത്തിനായിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ 14-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അവിടെ മലയാളത്തിൽ പ്രാർത്ഥിക്കട്ടെ, വ്യാഖ്യാന വരത്തിനായിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അതിന്റെ മൂലഭാഷയിലും ഇംഗ്ലീഷിലും എഴുതിയിരിക്കുന്ന വ്യാഖ്യാനത്തിനായിട്ട് പ്രാർത്ഥിക്കട്ടെ എന്ന വ്യാഖ്യാനം ലഭിക്കുവാൻ മറ്റൊരു വ്യാഖ്യാന വരമുള്ളവൻ എഴുന്നേറ്റ് അത് വ്യാഖ്യാനിക്കുവാൻ അല്ലെങ്കിൽ സ്വയം വ്യാഖ്യാനിക്കുവാൻ കഴിവുണ്ടെങ്കിൽ അത് വ്യാഖ്യാനിക്കുവാൻ വേണ്ടി, അല്ലാതെ ഒരു വരത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുവാനായിട്ട് വരം വാഞ്ചിക്കുവാനായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിലും പ്രാർത്ഥിക്കുവാനായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഭാഷാവരം അന്ന് ഭാഷാവരമേ ഇല്ലായിരുന്നുവെന്നും കൊരിന്ത് സഭയിൽ ഭാഷാവരം ഇല്ലായിരുന്നുവെന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. അത് മിസ്യൂസ് ചെയ്തുവെന്നും അവിടെ കാര്യങ്ങൾ കറക്ഷന് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത് എന്നും ആണ് പഠിപ്പിച്ചത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഷിബു ബ്രദർ ഒരു വീഡിയോയിൽ താൻ പറഞ്ഞ ഒരു കാര്യം, ബ്രദറൻ പാപ്പരത്വം എന്നുള്ള ഒരു വീഡിയോയിൽ 11-ാം അധ്യായം 11-ാമത്തെ മിനിറ്റിൽ താൻ ഇങ്ങനെ പറഞ്ഞു, അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി എന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്നു. തുടങ്ങിയത് അവസാനിപ്പിച്ചിട്ടില്ല, അവസാനിപ്പിച്ചെന്ന് കാണിച്ചു തരുവാൻ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു എന്ന് അവിടെ ഒരു വെല്ലുവിളി ഉയർത്തിയിട്ടുണ്ട്. അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി എന്നാൽ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് കാണിച്ചു തരുവാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞ വേളയിൽ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പത്രോസ് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. അവസാനിച്ചു എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? എങ്ങും എഴുതിയിട്ടില്ല. അതുപോലെ അവർ പാർത്ത മാളിക മുറിയിലേക്ക് കയറിപ്പോയി എന്ന് എഴുതിയിട്ടുണ്ട്. അവർ മാളിക മുറിയിൽ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണോ? അവര് ഇറങ്ങി വന്നില്ലയോ? അപ്പോൾ അത് അന്യഭാഷയിൽ അവർ സംസാരിച്ച അപ്പോസ്തലന്മാർ അവിടെ സംസാരിച്ചത് അവസാനിപ്പിച്ചുവെന്ന് പിന്നീട് എഴുതേണ്ട ആവശ്യമില്ല. പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവരുടെ ഭാഷയിൽ സംസാരിച്ചപ്പോൾ അന്യഭാഷ അവിടെ നിന്നു എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും ഞാൻ മുന്നോട്ട് പോകട്ടെ. ഷിബുവിന്റെ വീഡിയോയിൽ കാണുന്നത് ഒരു ചോദ്യം, കെ.ഇ. എബ്രഹാം അന്യഭാഷയിൽ സംസാരിക്കാൻ താമസിച്ചത് കൊണ്ട് എന്താ കുഴപ്പം എന്ന് താൻ ചോദിക്കുന്നു. കുഴപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മാത്രമാണ് ദൈവമകൻ എന്നതിന്റെ ഒരു വീഡിയോയിൽ താൻ പറഞ്ഞിട്ടുണ്ട്. അവൻ മാത്രമാണ്, സർവ്വശക്തിയും ഉപയോഗിച്ചാണ് പറഞ്ഞത്. അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മാത്രമാണ് ദൈവമകൻ. അങ്ങനെയെങ്കിൽ ഈ സഭകൾ സ്ഥാപിച്ച സ്ഥാപകനായിരുന്ന കെ.വി. സൈമൺ സാറിനോടൊപ്പം പ്രവർത്തിച്ച
തന്റെ ശിഷ്യനായിരുന്ന K.E. എബ്രഹാം അന്യഭാഷയിൽ സംസാരിക്കാൻ താമസിച്ചതിൽ കുഴപ്പമില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. താൻ ദൈവമകനായിരുന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. എന്നാൽ തന്റെ വാക്കുകൾ തെളിയിക്കുന്നത് നേരെ മറിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. പഴയ നിയമത്തിലെ ഇതിന് മധ്യത്തിൽ ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കട്ടെ. കാനോനീകരണത്തെ കുറിച്ച് ഇവിടെ ഒന്ന് രണ്ട് ദേവദാസന്മാർ സംസാരിക്കുകയുണ്ടായി. കാനോനീകരണത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ജ്ഞാനപരമല്ലായിരുന്നു. അതിന്റെ ക്രൈറ്റീരിയ ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ വിശദീകരിച്ചാൽ എനിക്കൊരു അരമണിക്കൂർ തന്നാൽ ഞാനിപ്പോൾ വിശദീകരിക്കാം, അല്ലെങ്കിൽ ഞാൻ മുന്നോട്ട് പോകട്ടെ. അങ്ങനെ സമയം തരുവാനായിട്ടുണ്ടെങ്കിൽ അത് അവസാനം തന്നാൽ ഞാനത് വിശദീകരിക്കാം. പിന്നെ ബ്രദറൻകാരെ കുറിച്ച് ഒരു ആരോപണമുണ്ട്. നിങ്ങളെന്തോ ആണുങ്ങളുടെ സഭയാണോ, പെണ്ണുങ്ങളില്ലയോ? നമുക്കറിയാം, അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാരുടെ കൂട്ടത്തിന് ക്രിസ്ത്യാനികളെന്ന് പേർ വിളിച്ചു. അവരെ ആര് വിളിച്ചതാ? അവർ ക്രിസ്ത്യാനികളെല്ലാം കൂടിയിരുന്ന് നമുക്ക് ഇനി ക്രിസ്ത്യാനി എന്നൊരു പേരുണ്ടാക്കാമെന്ന് പറഞ്ഞാണോ? ഒരിക്കലുമല്ല. അതുപോലെ തന്നെയാണ് ബ്രദറുകാരെ നവോത്ഥാന കാലഘട്ടത്തോടനുബന്ധിച്ച് അവർ ഒരുമിച്ച് കൂടി വചനപ്രകാരം കൂടി വരുവാൻ തുടങ്ങിയ വിശ്വാസികളെ ലോകം വിളിച്ച പേരാണ് ബ്രദറൻ എന്നുള്ളത്. കർത്താവ് എന്താണ് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 8-ാം വാക്യം, നിങ്ങളോ റബ്ബി എന്ന പേരെടുക്കരുത്, ഒരുവനത്രേ നിങ്ങളുടെ ഗുരു, നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ. യു ആർ ഓൾ ബ്രദറൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 42-ാം വാക്യം അവസാന ഭാഗം, ആൻഡ് യു ആർ മൈ ബ്രദറൻ. 50-ാം വാക്യം, for whosoever shall do the will of my father which is in heaven, the same is my brother, sister and mother. അപ്പോൾ ബ്രദറൻ എന്നുള്ള വാക്കിൽ സഹോദരിമാരും അമ്മയും അപ്പനും എല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വചനത്തിൽ തന്നെ വളരെ വ്യക്തമാണ്. പിന്നെ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 41-42 വാക്യങ്ങൾ നാം കാണുമ്പോൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ വാക്കു കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. ബ്രദറൻകാരുടെ ആരാധനായോഗങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വന്നാൽ ഈ തരത്തിലുള്ള കാര്യം നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയും. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോന്നു. സ്ലേയിങ് ഇൻ സ്പിരിറ്റും ട്രെയിൻ ഓടുന്നത് പോലെ സഹോദരന്മാർ വട്ടം ഓടുന്നതും ഇതൊക്കെ ശുഭബ്രദറിന്റെ വാക്കുകളിൽ നിന്ന് ഞാൻ എടുത്താ കേട്ടോ. ആരാധന യോഗത്തിന് പോകുമ്പോൾ ട്രെയിൻ ഓടുന്നത് പോലെ സഹോദരന്മാരെല്ലാം കൂടി ഓടുന്നു. ഇതും ആത്മീയമാണ് എന്നുള്ളത് തന്റെ വീഡിയോയിൽ നിന്നെടുത്താണ് ഞാൻ പറയുന്നത്. അല്ല, ഞാൻ നിങ്ങൾക്കെതിരെ ആരോപിക്കുകയല്ല. അങ്ങനെ അല്ലാത്ത കൂടിവരവുകളും ഉണ്ടായിരിക്കാം. എന്നാൽ മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ഈ 3000 പേർ അന്ന് രക്ഷിക്കപ്പെട്ടവരെല്ലാം ഒരു ലോക്കൽ സഭയിലല്ല കൂടി വന്നതെന്ന് നമുക്കറിയാം. അവർ ആരംഭഘട്ടത്തിൽ യെരുശലേം ദേവാലയത്തിൽ കൂടി വന്ന് അവർ ഹൃദയ പരമാർത്ഥത പൂണ്ട് അവർ സന്തോഷിച്ച് തിരുവചനമൊക്കെ കേട്ടു. എന്നാൽ അവർ വീടുകൾ തോറും അപ്പം നുറുക്കി പല ലോക്കൽ അസംബ്ലികളായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ചെറിയ ചെറിയ കൂടിവരവുകളായിട്ടാണ് യെരുശലേമിൽ കൂടിയത്. ഇനി താൻ പറഞ്ഞ മറ്റൊരു വിഷയം, തങ്ങളുടെ പ്രസ്ഥാനം മാളിക മുറിയിൽ ആരംഭിച്ചതാണ്. അതാണ് കുഴപ്പം. മാളിക മുറിയിൽ ഏതെങ്കിലും സഭ ആരംഭിച്ചിട്ടുണ്ടോ? നിങ്ങൾ വചനത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. മാളിക മുറിയിൽ ഈ സഭ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ 12 അപ്പോസ്തലന്മാർ, മത്യാസ് ഉൾപ്പെടെയുള്ള 12 അപ്പോസ്തലന്മാർ യെരുശലേം ദേവാലയത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. അവർ കാത്തിരുന്നത് മാളിക മുറിയിലല്ല, കാത്തിരുന്നത് അപ്പോസ്തലന്മാർ മാത്രമായിരുന്നു എന്നുള്ളതിന് വചനം വളരെ വ്യക്തമായിരിക്കുകയാണ്. എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം എടുക്കുക, 24-ാം അധ്യായം 52-53 വാക്യങ്ങൾ. ലൂക്കോസ് 24, 52, 53. അവിടെ എന്താണ് പറയുന്നത്? അവർ അവനെ നമസ്കരിച്ചു, മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തി പോന്നു. അപ്പോൾ അവർ യെരുശലേമിലായിരുന്നു, യെരുശലേമിലെ ദേവാലയത്തിലായിരുന്നു ദൈവത്തിന്റെ ഷെക്കേന ഗ്ലോറി ഇറങ്ങി വരേണ്ടിയിരുന്നത്. ദൈവത്തിന്റെ ആത്മാവ് യെരുശലേം ദേവാലയത്തിൽ മണ്ഡപത്തിൽ കൂടിയിരുന്ന 12 അപ്പോസ്തലന്മാരുടെ മേളിൽ മാത്രമാണ് ഇറങ്ങി വന്നത് എന്നുള്ളത് വചനം വളരെ വ്യക്തമാക്കുന്നു. 120 പേരുടെ മേളിലല്ല കേട്ടോ. ഈ 120 പേര് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് മത്യാസിനെ ചീട്ടിട്ട് തെരഞ്ഞെടുക്കുവാൻ വേണ്ടി കൂടി വന്ന കൂട്ടമാണ് 120 പേർ. വളരെ വ്യക്തമാണ്. അതിനു മുമ്പ് വേറൊരു കൂട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാളികമുറിയിൽ കൂടിയവർ അവർ പാർത്ഥ മാളികമുറിയിലേക്ക് കയറിപ്പോയെന്ന. മാളികമുറിയുടെ കാര്യം അവിടെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൂ. അവർ താമസിച്ച സ്ഥലമാണ്, രാത്രിയിൽ നൈറ്റ് സ്റ്റേ ചെയ്ത സ്ഥലമാണ് ഈ മാളികമുറി. അവിടെ ഒരു സഭയും സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. 11 അപ്പോസ്തലന്മാർ, സ്ത്രീകൾ, അമ്മ മറിയ, സഹോദരന്മാർ, ഇത്രയും പേരാണ് അവിടെ ആ മാളികമുറിയിൽ കൂടി വന്നത്. അവരെന്താണ് ചെയ്തത്? അവർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പോന്നു. എന്നാൽ 120 പേരാണ് കർത്താവിന്റെ അക്കാലത്തുണ്ടായിരുന്ന ശേഷം ശിഷ്യന്മാരും എല്ലാവരോട് ചേർന്ന് മത്യാസിനെ തെരഞ്ഞെടുത്തു. അവനെ 11 അപ്പോസ്തലന്മാരോട് കൂടെ എണ്ണി
12ാമത് മത്യാസ് വന്നു. ഈ പന്തിരുവരെ കുറിച്ചാണ് പറയുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും തൊട്ട് പ്രസിഡന്റായിട്ട് പറഞ്ഞിരിക്കുന്ന നമ്പറിനോട് ചേർത്ത് വേണം വചനം വ്യാഖ്യാനിക്കുമ്പോൾ നേരെ മുകളിൽ പറഞ്ഞിരിക്കുന്ന സംഖ്യയുമായിട്ട് വേണം അവരെല്ലാവരും എന്ന് പറഞ്ഞാൽ അവരെല്ലാവരുമാണ്. 100 പേർ ഉള്ള സംഘം അല്ല എന്ന് കാണുവാൻ ഗുണം സാധിക്കും. ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ അതിന് വല്ല തെളിവുമുണ്ടോ? 12 അപ്പോസ്തലന്മാർ മാത്രം ആണ് കൂടി അന്യഭാഷ പറഞ്ഞത് ഉള്ളതിന് വല്ല തെളിവുമുണ്ടോ? ഉണ്ട്, അനേക തെളിവുകളുണ്ട്. 1-2 മാത്രം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. അവിടെ പറഞ്ഞിരിക്കുന്നു, ഈ കൂടി വന്നവരെല്ലാവരും ഗലീലക്കാരല്ലയോ. ഗലീലിയായോയി എന്ന പദമാണ് ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മസ്കുലീൻ പ്ലൂറൽ നൗണാണ് അതിനുപയോഗിച്ചിരിക്കുന്നത്. ഇവരെല്ലാവരും ഗലീലക്കാരായ പുരുഷന്മാരല്ലയോ? ഈ അന്യഭാഷകളിൽ പറയുന്നവരെല്ലാവരും ഗലീലക്കാരായ പുരുഷന്മാരല്ലയോ എന്ന് ചോദിക്കുന്നു. ഗലീലക്കാരായ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഒരു സ്ത്രീയുമില്ലായിരുന്നു. അവര് എല്ലാവരും ഗലീലക്കാരായ പുരുഷന്മാരായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ഞാൻ പ്രവർത്തിയുള്ള പുസ്തകത്തിലേക്ക് എന്റെ പേരുകൾ മറിക്കട്ടെ. അവിടെ വീണ്ടും നാം കാണുന്നു, അവരെ അക്യൂസ് ചെയ്തപ്പോൾ അവർ മദ്യപിച്ചിരുന്നു, അവർ വീഞ്ഞു കുടിച്ച് മത്തരായിട്ടാണ് അന്യഭാഷകളിൽ സംസാരിച്ചത് എന്ന് പറയുമ്പോൾ അവർക്ക് അക്യൂസേഷൻ നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇവർ വീഞ്ഞു കുടിച്ചവരല്ല. അപ്പോൾ അവിടെയും പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് അക്യൂസേഷൻ ഫേസ് ചെയ്തു. അവർ 12 പേരാണ് അന്യഭാഷകളിൽ സംസാരിച്ചത് എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. പിന്നെ 37ാമത്തെ വാക്യത്തിൽ പീറ്റർ ആൻഡ് ടു ദ റെസ്റ്റ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അവിടെ കൂടിയിരുന്ന ആളുകൾ ചോദിക്കുകയാണ്, മെൻ ആൻഡ് ബ്രദറൻ വാട്ട് ഷാൾ വി ഡു? ആൻഡ്രസ് അഡൽഫോയ്, സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം? അവർ ഹൃദയത്തിൽ കുത്തുകണ്ടിട്ട് ചോദിക്കുകയാണ്, സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ്. അവിടെ കൂടിയിരുന്ന ഏതെങ്കിലും സ്ത്രീകളെ അഡ്രസ് ചെയ്തല്ല പറയുന്നത്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഗലീല പുരുഷന്മാരെ, ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം എന്നവർ ചോദിക്കുകയാണ്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ഇനിയും ഒരു കാര്യം, ബ്രദർകാർ പിശാചിനാൽ നയിക്കപ്പെടുന്നവരാണ് എന്നുള്ള ഒരു പ്രസംഗം, ആ കാര്യത്തോടുള്ള ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ കാണിക്കട്ടെ. ഞാൻ പറഞ്ഞതാണ്, സന്ധ്യയ്ക്ക് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ഉറക്കം എന്താണ്? നിങ്ങളുടെ ഉറക്കം എന്താണ്? പരിശുദ്ധമായ ഒരു ശുശ്രൂഷയാണ്. അപ്പൊ നിങ്ങൾ ഉറങ്ങുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഇനി ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരർത്ഥവുമില്ലാത്ത ചുമ്മാ ചത്ത പോലെ കിടക്കുന്ന പരിപാടിയല്ല. ഉറക്കത്തിലാണ് നിങ്ങൾ ഏറ്റവും വലിയ കാര്യം ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ നമുക്ക് നടന്നു പോകാൻ പറ്റാത്ത സ്ഥലങ്ങള്, കയറാൻ പറ്റാത്ത വീടുകള്, ചെല്ലാൻ പറ്റാത്ത ആളുകള്, അടുത്ത് സംസാരിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻ. ഒരുപക്ഷെ നമുക്ക് സമയമില്ലായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യമില്ലായിരിക്കും, അല്ലെങ്കിൽ അവിടെ നമ്മളെ കയറ്റത്തില്ലായിരിക്കും. പക്ഷേ രാത്രിയിൽ ഉറക്കത്തിൽ നിങ്ങൾക്കിവിടെ ഏത് വീട്ടിലും കയറാം. ഉറക്കത്തിൽ നിങ്ങൾക്കിവിടെ ഏത് വീട്ടിലും കയറാം. ഒരു താഴും ഒരു തഴുതും ഒരു കതകും നിങ്ങളെ തടയത്തില്ല. സകല സ്ഥലങ്ങളിലൂടെയും മാർച്ച് ചെയ്യാം. സുവിശേഷത്തിന്റെ വിത്തുകളെ വാരിയെറിയാം. ആത്മാവിൽ ഇത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഉറക്കത്തിൽ നമുക്ക് വലിയ ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിയും, സുവിശേഷ വേല ചെയ്യുവാൻ കഴിയും. ഇതിനൊക്കെ എന്ത് വചനാടിസ്ഥാനമാണുള്ളത്? ഉറക്കത്തിൽ സുവിശേഷ വേല ചെയ്യാമായിരുന്നുവെങ്കിൽ ഈ ഡാളസ് മുഴുവൻ സുവിശേഷീകരിക്കപ്പെടുവാൻ ഒന്നുറങ്ങിയാൽ മാത്രം മതിയായിരുന്നു നമ്മളെല്ലാവരും, അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ, അതുപോലെ രാത്രിയിൽ മറ്റുള്ളവരുടെ ഭവനങ്ങളിൽ കയറി ചെന്നിട്ട് എന്ത് ചെയ്യാനാ? എന്ത് ശുശ്രൂഷയാ? മറ്റുള്ളവരെല്ലാവരും ഉറങ്ങുമ്പോൾ രാത്രിയിൽ നമുക്ക് ഏത് വീട്ടിലും കയറി ചെല്ലാം. ഇതാണോ ഒരു ശുശ്രൂഷ എന്ന് കാണുവാൻ നമുക്ക് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അടുത്ത വീഡിയോ. നമ്മൾ കൈയടിക്കാൻ തുടങ്ങുമ്പോൾ ആത്മമണ്ഡലത്തിൽ ഹിസിംഗ് സൗണ്ടുകൾ വരാൻ തുടങ്ങും. ശത്രുവിന്റെ പാമ്പുകൾ ഇളകാൻ തുടങ്ങും. ഇത് ചെറിയ പരിപാടിയല്ല നടക്കുന്നത്. പെന്റക്കോസ്റ്റ് ആരാധന എന്താണെന്ന് പെന്റക്കോസ്റ്റുകാരെ മനസ്സിലാക്കാനാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ഇത് തമാശ അല്ല, ചുമ്മാതെ കൈ കൊട്ടുന്നതല്ല. കൈയടിക്കുമ്പോൾ സിംഹാസനത്തിൽ ചുറ്റിയിരിക്കുന്ന നാഗങ്ങൾ ഇറങ്ങും. അതാ തിരുവെഴുത്ത് പറയുന്നേ, കൈ കൊട്ടി അവനെ പുറത്താക്കി കളയും അവന്റെ സ്ഥലത്തു നിന്ന്. നീ കൈയടിക്കുമ്പോ കൂടാരത്തിന്റെ കുറ്റികൾ ഉറപ്പിക്കപ്പെടും. കൂടാരം അടിച്ചുറപ്പിക്കുന്നതാണ് കൈയടി. അപ്പോൾ
കൈയടിച്ച് പാമ്പിനെ വരുത്തി നമ്മുടെ ആരാധനകളിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിൻ്റെ വീണ്ടെടുപ്പ് കൊടുക്കുവാൻ നമ്മെ വിടുവിച്ച കർത്താവിനെ കുറിച്ചാണോ ഓർക്കുന്നത്? നമ്മുടെ ആരാധന സ്വർഗത്തിലേക്കാണോ പോകുന്നത്, നരകത്തിലോട്ടാണോ പോകുന്നത്? അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പാമ്പുകൾ ഇറങ്ങാൻ വേണ്ടിയാണ് കൈയടിക്കുന്നത്. നാഗങ്ങൾ, സിംഹാസനത്തിൽ ചുറ്റിയിരിക്കുന്ന നാഗങ്ങൾ ഇറങ്ങുവാൻ വേണ്ടിയാണ്. ഞങ്ങളാരും പറയത്തില്ല നിങ്ങൾ പിശാചിനാൽ നയിക്കപ്പെട്ടവരാണെന്ന്. അദ്ദേഹമാണ് പറയുന്നത്. ഇനിയൊന്ന് കേട്ടുകൊള്ളുക. അന്യഭാഷകൾ 5 വിധമുണ്ടെന്നും 4 വിധമുണ്ടെന്നും താൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മാനുഷികം സ്വീകാര്യതയ്ക്ക് വേണ്ടി കൃത്രിമമായി ഉണ്ടാക്കുന്നു. മാനസികം, മനസ്സ് വഞ്ചിക്കും, ഗെയിം പ്ലേ ചെയ്യും. അങ്ങനെ മനസ്സ് വഞ്ചിച്ച് ഗെയിം പ്ലേ ചെയ്ത് തന്നെ അന്യഭാഷ പറയും. അനുകരണമായിട്ട് കുഞ്ഞുങ്ങൾ അന്യഭാഷ പറയും. പൈശാചികമായിട്ട് അന്യഭാഷ പറയും. ഇത് ബ്രദറുകാരാണോ പൈശാചികമായിട്ട് അന്യഭാഷ പറയുന്നത്? നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്. ഈ 4 വിധത്തിൽ അന്യഭാഷ പറയുന്നത് ബ്രദറുകാരാണോ? ഞങ്ങൾ ഒരു അന്യഭാഷയും പറയുന്നില്ല. പൈശാചികമായിട്ട് നിങ്ങൾ അന്യഭാഷ പറയുന്നുണ്ടെന്ന് ഷിബുവിന്റെ വീഡിയോയുടെ ടൈം ഞാൻ പറഞ്ഞുതരാം, ടൈറ്റിലും പറഞ്ഞുതരാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളല്ല ആരോപിക്കുന്നത്. ഞങ്ങളെ പിശാചിനാൽ നയിക്കപ്പെടുന്നവരെന്ന് വിളിച്ചതുപോലെ തന്നെ നിങ്ങളെയും വിളിച്ചിരിക്കുകയാണ്. നിങ്ങൾ പ്രതികരിക്കൂ. ഇതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അപ്പോൾ പല നിലയിൽ വചനവിരുദ്ധമായിരിക്കുന്ന പ്രസ്താവനകൾ നടത്തി ദൈവാത്മാവിന്റെ പ്രവർത്തനത്തെ ഉള്ള വിധത്തിൽ വ്യാഖ്യാനിക്കാതെ അതിനെ വക്രീകരിച്ച് പഠിപ്പിച്ച് ആ നിലയിൽ ഉപദേശവിരുദ്ധമായിരിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് ആരാണ് എന്നുള്ളത് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെയും വളരെ വ്യക്തമാണല്ലോ. ഇനി ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. പെന്തക്കോസ്ത സംഘടനയിൽ ഇല്ലായിരുന്നെങ്കിലും ദിനകരൻ പെന്തക്കോസ്തുകാരനായിരുന്നു എന്ന് താൻ പറയുന്നു. പെന്തക്കോസ്ത് സംഘടനയിൽ ഇല്ലായിരുന്നെങ്കിലും വേദപുസ്തക അടിസ്ഥാനത്തിൽ സഭ ഒരു സംഘടനയല്ല, ഓർഗനൈസേഷൻ അല്ല, ഇറ്റ് ഇസ് ആൻ ഓർഗനിസം. ഞങ്ങൾ പഠിപ്പിക്കുന്നത് ദൈവസഭ ഒരു സംഘടനയല്ലെന്ന. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഇല്ലാത്തത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രസിഡന്റ് ഇല്ലാത്തത്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇലക്ഷൻ ഇല്ലാത്തത്. ഞങ്ങളുടെ സംഘാടകരും ഞങ്ങളുടെ ലീഡറും ഒക്കെ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? കർത്താവാണ്. ഞങ്ങളുടെ ഭരണഘടന ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതാണ് ഞങ്ങളുടെ ഭരണഘടന, ഇതാണ് ഞങ്ങളുടെ ഭരണഘടന. ആ ഭരണഘടനയിൽ അനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ വചനത്തിൽ നിന്നാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്ന് വരെയും അങ്ങനെയാണ് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് ഈ നിലയിലുള്ള ആരോപണങ്ങൾക്ക് ഞങ്ങൾക്ക് മറുപടിയുണ്ട്. ഇനിയും കുത്തും എന്നൊരു വാക്യത്തിൽ പറഞ്ഞിരുന്നു. ഇനിയും കുത്തിയാൽ അതിനും മറുപടി പറയുവാൻ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഓർപ്പിക്കുകയാണ് ഞാൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കഴിഞ്ഞ നാളുകളിൽ ഇതിനൊന്നും മറുപടി ഇങ്ങനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെല്ലാം മറുപടി പറയുവാനായിട്ട് നമുക്ക് വകയില്ലാച്ചിട്ടല്ല. എന്നാൽ കഴിഞ്ഞ നാളുകളിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ മറുപടി പറയാതിരുന്നത് സാഹോദര്യത്തിന്റെ ആത്മാവ് കൊണ്ടാണ്, ദൈവാത്മാവിനാൽ ഞങ്ങൾ നിയന്ത്രിക്കപ്പെട്ടത് കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ ഓർപ്പിക്കുകയാണ്. ശ്രദ്ധാപൂർവം ഈ കാര്യങ്ങൾ കേട്ടതിന് ഞാൻ നന്ദി പറയുന്നു. ഈ സന്ദർഭവശാൽ ഈ സമയത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കട്ടെ. ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. കർത്താവ് ഊതി എന്ന് പറഞ്ഞല്ലോ. അവിടെ പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ചോന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അവർക്ക് ഒരു ഓതറൈസേഷൻ പിന്നീട് ലഭിക്കുവാൻ പോകുന്ന ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുവാൻ പോകുന്നത് കൊണ്ട് അവരെ കർത്താവ് ആ നിലയിൽ ഓതറൈസേഷനായിട്ടാണ് അത് പറഞ്ഞത് എന്ന് കാണുവാൻ കൊണ്ട് സാധിക്കും. കമ്പ്യൂട്ടർ ഭാഷ 2 അക്ഷരമേ ഉള്ളൂ, അതുകൊണ്ട് അക്ഷരം കുറഞ്ഞാൽ ഏറ്റവും ശക്തിയാകും എന്ന് പറഞ്ഞു. ഈ കമ്പ്യൂട്ടർ ഭാഷയെക്കുറിച്ച് അറിയാവുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിനോടൊന്നും ഇത് പറയരുത്. കമ്പ്യൂട്ടർ ഭാഷ പുറത്ത് കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ. കോഡായിട്ട് അകത്തിരിക്കത്തേ ഉള്ളൂ, പുറത്തോട്ട് വരത്തില്ല. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ ഭാഷയാണെങ്കിൽ ഇത് അകത്ത് വെച്ചിരുന്നാൽ മതി, അതിന് തുല്യമാണെങ്കിൽ ഇത് പുറത്തോട്ട് ഇറക്കണ്ട എന്നുള്ളത് പറയുവാനായിട്ട് ഞാൻ ഈ സമയമെടുക്കുകയാണ്. അതുപോലെ ആത്മനിറവിൽ ഉള്ള ശുശ്രൂഷകളെ ഒന്നും ഞങ്ങൾ എതിർക്കുന്നില്ല. ആത്മനിറവ് പിന്നെയും പിന്നെയും പ്രാപിക്കേണ്ടതാണ്. പരിശുദ്ധാത്മാവ് എന്നിൽ നിറയുന്നു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെങ്കിൽ, പരിശുദ്ധാത്മാവ് നിറയുന്നെന്ന് പറഞ്ഞാൽ എന്നെ പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കാൻ കൂടുതൽ കിട്ടുകയാണ്. ഞാൻ എന്നെ തന്നെ എൻ്റെ ജീവിതത്തിലെ എല്ലാ ഏരിയകളെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനിൽ വർദ്ധിച്ച് എന്നെ ഉപയോഗിക്കുന്നത്, എന്നിൽ നിറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. ആത്മനിറവ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ കുറച്ച് നിറഞ്ഞു, കുറച്ചുകൂടെ കിട്ടി, പിന്നെ തലയോളമായി ഇതൊന്നും പറയത്തില്ല. ദൈവാത്മാവിന് എന്നെ തന്നെ എൻ്റെ ജീവിതത്തിന്റെ സകല ഏരിയകളും വിട്ടുകൊടുത്തുകൊണ്ട് എന്നെ ഉപയോഗിക്കുവാൻ നോക്കണം. ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഞാൻ ആത്മനിറവുള്ളവനായിട്ട് തീരും. റൈറ്റ്, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ സമയം അവസാനിച്ചുവല്ലോ. കൊരിന്ത് ലേഖനം ഞങ്ങൾക്ക് വേണ്ട എന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ല.
കൊരിന്ത് ലേഖനത്തിൽ കർത്തൃമേശയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോസ്തലൻ അനേക ഉപദേശങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത് ലേഖനത്തിൽ നിന്നാണ് ഞങ്ങളിത് പഠിപ്പിക്കുന്നത്. ഞങ്ങൾക്കിതും മനസ്സിലായത് കൊരിന്ത് ലേഖനത്തിൽ നിന്നാണ്. കൊരിന്ത് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, സകലവും ചന്തവും ഉചിതമായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞ ആ ഭാവം അവസാനിപ്പിക്കുന്നത്. ക്രമമായിട്ട് നടക്കാൻ വേണ്ടിയാണ് അത് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ അവിടെ ക്രമക്കേടുകൾ ഉള്ളതുകൊണ്ട് അവസാനിക്കുമ്പോൾ സകലവും ചന്തവും ഉചിതമായിട്ട് നടക്കട്ടെ എന്ന് പറയുന്നു. ദൈവം നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ. Thank you, Brother Steve. Next, we have Dr. K.C. Chacko is going to respond. He has 15 minutes. നന്ദി പറവാനും മറ്റു ചില വാക്യവും പറവാനും എനിക്ക് ശേഷം ഞാൻ കുറച്ച് സമയം ആശിഷിന് കൊടുക്കുന്നതായിരിക്കും. ഇവിടെ കേട്ട എല്ലാത്തിനും മറുപടി പറയണോ എന്ന് തന്നെ ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ലോകത്തിൽ ഇന്നുവരെയുള്ള സകല മനുഷ്യരും വിശ്വസിക്കുന്നത് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത് പുത്രിമാരും പുത്രന്മാരും എന്ന് പറഞ്ഞപ്പോൾ 12 അപ്പോസ്തലന്മാരാണെന്ന് പറയുന്നത് വേദവിരുദ്ധമാണ്. അതിനെക്കുറിച്ച് ഉത്തരമേ പറയണ്ട. കാരണം നിങ്ങൾ ഏതെങ്കിലും സ്കോളർലി ബുക്കുകളോ ഏതെങ്കിലും വായിച്ചു നോക്കേ, ഹിസ്റ്റോറിക്കൽ വായിച്ചു നോക്കേ, 120 ആണെന്നുള്ള ട്രഡീഷൻ ക്രിസ്തീയ സഭ ഉറപ്പിച്ചതാണ്. അപ്പോൾ പെണ്ണുങ്ങളില്ലെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെയൊക്കെയാണ് വേദപുസ്തകം ഇന്റർപ്രറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനൊന്നും മറുപടിയെ അത് വരേണ്ട ആവശ്യമേ ഇല്ല. പിന്നെ ആത്മാവിലാണ് നമ്മൾ ദൈവാത്മാവിനെ കണ്ടെത്തുന്നത്, അല്ലാതെ ശരീരത്തിൽ അവർ തപ്പി നോക്കി കണ്ടില്ലെന്ന് ജാതികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ആത്മാവിൽ ദൈവാത്മാവ് തന്ന അന്യഭാഷ പറയുമ്പോഴാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ ഞാനോ നിങ്ങളോ പറയുന്നവർ മണ്ടന്മാരാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയാ, ഞാൻ നിങ്ങളെക്കാളൊക്കെ അധികം അന്യഭാഷ പറയുന്നു. അത് ഗ്രീക്കും ഹീബ്രുവും അരാമിക്കും നന്നായി വെൽവേഴ്സ് ചെയ്യുക. എവിടെയും ചെന്ന് പ്രസംഗിക്കാവുന്ന മനുഷ്യന് അന്യഭാഷ പറയണമെങ്കിൽ പരസ്യമായി പറയുന്നില്ലെങ്കിൽ രഹസ്യമായി ദൈവത്തോട് പറഞ്ഞാലേ ആ ചർച്ചിലുള്ള എല്ലാവരേക്കാൾ അധികം പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അന്യഭാഷ എൻ്റെ ആത്മാവിൽ ദൈവാത്മാവാ, പിതാവാത്മാവാണ്, കർത്താവാത്മാവാണ്, പരിശുദ്ധാത്മാവാത്മാവാണ്. അതുകൊണ്ടാണ് ലോകവ്യാപിയായിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ആത്മാവിൽ ദൈവാത്മാവ് തന്ന അന്യഭാഷയിൽ ഞാൻ സംസാരിക്കുമ്പോൾ മർമ്മം സംസാരിക്കുന്നു. മുമ്പേ ആരോ പറഞ്ഞു, കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരാനല്ല, എന്നിലേക്ക് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നിനെക്കുറിച്ചും പ്രാർത്ഥിക്കേണ്ട, സർവ്വജ്ഞാനിയായ ദൈവം ഒന്നിനെക്കുറിച്ചും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുകൂടാതെ പൗലോസെ പറയുന്ന വലിയൊരു കാര്യമുണ്ട്, സഭയിൽ നിങ്ങൾക്ക് ഓർഡർ വേണമെന്ന്. കർത്തൃമേശയും അദ്ദേഹം പറഞ്ഞ കണക്കിന്, ഞാൻ ആരാന്നൊന്നും പേരോർക്കുന്നില്ല, എല്ലാം വേണ്ട തെറ്റ് കാണിക്കുകയാണെങ്കിൽ കർത്തൃമേശയും വേണ്ടാന്ന് വെക്കണം. കാരണം 11-ാം അധ്യായത്തിൽ അതാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ കർത്തൃമേശ ആകെ മിസ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതും വേണ്ടാന്ന് വെക്കണം. അങ്ങനെ നമുക്ക് ഒരു ഇതിട്ടിട്ട് എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിക്കാൻ പറ്റുകയില്ല. അതുകൂടാതെ കണ്ണാടിയാണ് ദൈവോചനമെങ്കിൽ കണ്ണാടി കടമൊഴിയായിട്ടാണ് കാണുന്നത്, ശരിക്കും കാണുന്നില്ലെന്ന അർത്ഥം. അപ്പൊ എന്തോ ഒരു ശോചനീയമായ ഇന്റർപ്രിട്ടേഷനാണ്. കണ്ണാടിയിൽ കാണുന്നത് ദൈവോചനമാണെങ്കിൽ ശരിക്ക് കാണണം, അതാ പെർഫെക്റ്റ് ആണെങ്കിൽ എല്ലാം വ്യക്തമായി കാണണം. ഇവിടെ പറയുന്ന കടമൊഴിയായി വ്യക്തമായി കാണുന്നില്ലെന്നാ. അപ്പൊ അത് ദൈവോചനമാണെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഓർഡർ വേണമെന്ന് പറയുന്നത് ശരിയാണ്, 2 അല്ലെങ്കിൽ 3 പേരെയോ സംസാരിക്കാമെന്ന വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ആരും പുതുതായിട്ടോ ജാതിയോ ഒന്നും വരുന്നില്ല. അവനവന്റെ ആത്മീയവർദ്ധനയ്ക്ക് വേണ്ടി അന്യഭാഷ പറയാം. എനിക്ക് ആത്മീയവർദ്ധന ഇല്ലെങ്കിൽ എനിക്ക് വേറൊരാളെ ഉപദേശിക്കാൻ പറ്റുകയില്ല. വേദപുസ്തകം മുഴുവൻ പറയുന്ന അവനവൻ ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാ ന്യായാസനത്തിന് മുമ്പിലോ പ്രതിഫലമോ പ്രാപിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ആത്മീയവർദ്ധന ഞാൻ വരുത്തണം, എന്നിട്ട് സഭയ്ക്കാകാവൂ. സഭയ്ക്ക് ആത്മീയവർദ്ധന വരുത്താണ്ട് വേണം, അത് അത്യാവശ്യമാണ്. പക്ഷെ എനിക്കും വരുത്തണം. അതുകൊണ്ടാണ് പൗലോസ് ഒറ്റയ്ക്ക് എല്ലാവരേക്കാൾ അധികം അന്യഭാഷ പറയുന്നത്. അല്ലെങ്കിൽ തനിക്ക് പറയേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, അതും കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു കാര്യം പറഞ്ഞു, സ്ത്രീകളൊന്നും ഇതിനകത്തില്ലെന്ന്. അതേ കൊരിന്ത്യർ ലേഖനത്തിൽ പറയാ, സ്ത്രീ പ്രാർത്ഥിക്കുകയും പ്രവചിക്കുകയും ചെയ്യുമ്പോൾ മുടിയിൽ ഒരു കവറിങ് ചെയ്യണമെന്നേ ഉള്ളൂ. അവർ ചെയ്യേണ്ട എന്ന് പറഞ്ഞില്ല. ഓരോന്ന് പറയുന്നതിന് ഓരോ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്ത് എന്തെങ്കിലും പറഞ്ഞു പിടിപ്പിച്ചാൽ 7-ാം അധ്യായത്തിൽ പറയാ, കല്യാണം കഴിക്കാതിരിക്കുന്ന ഏറെ നല്ലത്, വിവാഹം കഴിച്ചവർ വിവാഹം കഴിക്കാത്തവരെ പോലെ ജീവിക്കണം. അതെന്താരും പ്രസംഗിക്കാത്ത? എല്ലാത്തിനും അതിൻ്റെതായ സന്ദർഭമുണ്ട്. നാം അതിന്റെ സന്ദർഭം നോക്കണം, അതിന്റെ ഗ്രാമർ നോക്കണം, അതിന്റെ ഹിസ്റ്റോറിസിറ്റി നോക്കണം, അതിനകത്തുള്ള ദൈവവചനത്തിന്റെ മൊത്തമായ ഹോൾ ബൈബിൾ, ന്യൂ ടെസ്റ്റമെന്റ്, ആ ചാപ്റ്റർ, കോണ്ടെക്സ്റ്റ്, ഇതാണ് യഥാർത്ഥ എക്സ്പോസിഷൻ. അല്ല അതും ഇതും പറഞ്ഞ് എന്തെങ്കിലും സ്ഥാപിക്കാൻ വേണ്ടി പറയുന്നതിന് ഉത്തരമേ അതിന്റെ ആവശ്യമില്ല.
അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തിയിട്ട് എൻ്റെ സഹോദരന് ഞാൻ സമയം കൊടുക്കുകയാണ്. ഈ വേദപുസ്തകത്തിൽ വ്യവസ്ഥയുണ്ട്, തീർച്ചയായും വ്യവസ്ഥയുണ്ട്, ഇല്ലെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ അതിൻ്റെ അർത്ഥം അത് വേണ്ടാന്നല്ല. അപ്പോസ്തലനായ പൗലോസ് പറയാ, നിങ്ങളിൽ ചിലര് മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെടുന്നത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ പിന്നെ എന്തിനാ മരിച്ചവർക്ക് വേണ്ടി സ്നാനപ്പെട്ടതെന്ന്? അതുകൊണ്ട് സ്നാനം വേണ്ടാന്ന് വെച്ചോ? പൊട്ടത്തരം ആരെങ്കിലും കാണിക്കുന്നതിന്, അല്ലെ അന്യഭാഷ പറയുന്നതിന് അതല്ല കാര്യം. നിങ്ങൾ സ്തോത്രവും ഹല്ലേലൂയായും പ്രൈസ് ദി ലോർഡും പറയുന്നു, ഒറ്റ പദമാണ്. സഭ ഉണ്ടായ കാലം തൊട്ട് ഇന്ന് വരെ പറയുന്നത്. ആരും എന്നോട് പറഞ്ഞിട്ടില്ല, പാസ്റ്ററെ ഈ 50 വർഷമായല്ലോ സ്തോത്രം പറയാൻ തുടങ്ങി, ഒന്ന് മാറ്റേ. ഒരു പദം പറഞ്ഞാലും മതി, അത് ദൈവത്തിന് അത് മതിയെങ്കിൽ, ദൈവമാണ് തന്നതെങ്കിൽ, ശരിയാണ് പറയുന്നതെങ്കിൽ അന്യഭാഷ ഒറ്റ വേട് മതി, 2 വേണ്ട. സ്തോത്രം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഒക്കെ ഒറ്റ വേടേ ഉള്ളൂ. അതാണ് ഇത്രയും നാളും ചരിത്രത്തിൽ ദൈവം പറഞ്ഞത്. അതുകൊണ്ട് അന്യഭാഷ ഈ കാണിക്കുന്നതൊന്നും അന്യഭാഷയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവാത്മാവ് തന്നാൽ അത് നിങ്ങളെ നയിക്കും, അത് ശരിക്കും നയിക്കുമെന്ന് ചരിത്രത്തിൽ പറയുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്കൊരു വളരെ ഉദാഹരണം പറയാനുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ് നിർത്തിയേക്കാം. എൻ്റെ ഭാര്യയ്ക്ക് ഒരു ഓപ്പറേഷനായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. MDHന്റെ ഫൈനൽ എക്സാം ബ്രൂസ് വോൾക്കിയുടെ ക്ലാസ്സിൽ ഹീബ്രു എടുക്കുകയാണ്. എനിക്ക് പഠിക്കാൻ ഒട്ടും സമയം കിട്ടിയില്ല. 1 വർഷം എൻ്റെ നഷ്ടപ്പെടും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ ഇത്രയും പഠിച്ചു, എൻ്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ്, എന്തു ചെയ്യും? ഞാൻ ആ കസരയിൽ ഇരുന്ന് മയങ്ങി നോക്കിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഞാനത് എഴുതിയെടുത്തു. ഞാനത് പോയി പഠിച്ചിട്ട് 1 മണിക്കൂർ കൊണ്ട് പരീക്ഷ എഴുതി. 89 മാർക്ക് എനിക്ക് കിട്ടി. ഞാനത് ബ്രൂസ് വോൾക്കിയോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സൈൻ ചെയ്ത ഗസേനിയസ് കഴിഞ്ഞ ശേഷം ഹീബ്രുവിന്റെ ഗ്രാമറും സിൻറ്റാറ്റിക്കും എഴുതിയ ഏക മനുഷ്യനാണ് ബ്രൂസ് വോൾക്കി. അദ്ദേഹം എനിക്ക് ഓട്ടോഗ്രാഫ് എഴുതി തന്നിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ യു വണ്ടർഫുൾ കേസി എന്നാ എന്നോട് പറഞ്ഞത്. അതെനിക്ക് അതുപോലെ കണ്ടു. ദൈവം ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിയതൊന്നുമല്ല. എൻ്റെ ആവശ്യത്തിൽ ഞാൻ ദർശനം കണ്ടു, വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ. സ്റ്റിൽ ഗോഡ് ക്യാൻ ഡു. അന്യഭാഷ പറയാം, പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളുടെ പഠിച്ച 2 ഡോക്ടേഴ്സ്, ജോൺസണും മറ്റേ ആളായിരുന്നു സാനിൽ, അവർ പോയി ചാമ്പലിൽ ഭൂതത്തെ പുറത്താക്കിയതായിട്ട് ഞാൻ ഇതിനകത്ത് കണ്ടു. അതുകൊണ്ട് അത്ഭുതം ഇന്നും നടക്കും. ബ്രദർകാരെന്നില്ല, ബാപ്റ്റിസ്റ്റ് എന്നില്ല, പെന്തക്കോസ് എന്നില്ല. വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നവരിൽ കൂടെ ദൈവം ഇന്നും വെളിപ്പെടുത്തും, അതെന്നും വെളിപ്പെടുത്തും. കാരണം എന്നേക്കും ഇരിക്കാൻ പരിശുദ്ധാത്മാവിനെ തന്നപ്പോൾ അതും ഇതും പറഞ്ഞാൽ അത് വേദപുസ്തകത്തിലുള്ളത് ശരിയായി വിശ്വസിക്കാം. നിങ്ങൾക്കറിയാമോ, മാർട്ടിൻ ലൂതർ, കാൽവിന്, സ്വിംഗ്ലി ഇവരൊന്നും ശിശുസ്നാനം വിശ്വസിച്ചിരുന്നില്ല. അവർ അനാബാപ്റ്റിസ്റ്റിനെ മുക്കിക്കൊല്ലുകയായിരുന്നു. പക്ഷെ അവർ നല്ല കാര്യം പറഞ്ഞു, അത് നമ്മൾ എടുക്കും. പക്ഷെ അനാബാപ്റ്റിസ്റ്റിനെ ഇവർ പട്ടാളക്കാരെ ഉപയോഗിച്ച് മുക്കിക്കൊന്നു. നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കേ. അപ്പം അതും ഇതും പറഞ്ഞതുകൊണ്ടോ അവരിങ്ങനാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയില്ല. ഇങ്ങനെ വേണ്ടാത്തത് ചിലർ കാണിച്ചേക്കാം, പക്ഷേ അതുകൊണ്ട് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇല്ലാതെ വരികയില്ല. അത് പ്രാർത്ഥിക്കേണ്ട എന്ന് പറയുന്നില്ല. ബാക്കി സമയം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന് കൊടുക്കുന്നു. All right, I just want to make these statements in English because many of our people who's following us doesn't understand the language Malayalam. They have requested us, if somebody can interpret, but we can't interpret this intense arguments and debates which was going on. So I'll just make it a very brief and on my time. I just want to thank all the people who's gathered here, especially Anian for conducting this. And I just want to thank the Malayali Pentecostal Freethinkers. That's one of the group which actively promoted this event with zeal and much eagerness to throughout the social media and especially the admins of that. And I just want to recognize all these people. Religious experiences are intensely personal, and people have different frames of references for understanding transcendence. It is an ephemeral feeling of otherness, connectedness, existential clarity. For a Christian, the experience is interpreted as evidence of God's existence. For an atheist, it might be interpreted as a neurological quirk. Trying to track and chart this with quantitative social science is definitionally fraught, that which is beyond what we can know or comprehend. Many of the things which we have been discussing out here, it's not easy to comprehend with our heart or logically prove it. Many of the things is beyond our understanding, which you have to believe in faith, and you experience those things. And one of the most influential events in the 20th century American church was the emergence of the charismatic movement. And I have the history of, many people has been claimed that, it all started in the 20th century. But if you look into the history,
It started from the first century and it has been repetitively active throughout the centuries, and it is still alive, and the work of the God and the power of the Holy Spirit is at work right now with all manifestations. And with its emphasis on gifts of the Spirit, the movement brought elements of Pentecostalism to non-Pentecostal churches. By the early 1960s, Catholics, mainline churches, and many non-Pentecostal evangelicals were experiencing the power of the Holy Spirit through prophecies, divine healings, speaking in tongues, and various physical phenomena. How can you refute that? This is seized in the first century. If it was seized in the first century along with the apostles, then there wouldn't be no church planted ever after in this land. Everything will be seized, because the Holy Spirit is still at work with much force even right now. Today, evangelicals seems to have made peace with the charismatic movement because they know that is the truth, embracing many of its practices and agreeing to disagree on others. Indeed, it's not strange these days to find people lifting their hands in the most conservative of evangelical functions. And I don't want to go in detail about which has been already been talked, because my note says the same, which has been discussed by our pastors. In AD 100, if you look into the history, in AD 100, 115 to 202, AD 300, the early martyrs, Irenaeus, Athanaeus, Chrysostom of Constantinople. Probably this sounds Greek and Latin to you, but you need to refer to the history before you refute the claim that this has ceased. That's why I had to produce it right now, right here. It's not a literal translation. History proves that the speaking of tongues and divine healing, the prophecy is still on the go. And we have to acknowledge that. And even right now, if you look into what is happening around us, there are almost more than 11,000 Pentecostal and charismatic denominations. Over 16 million people exercise speaking in tongues even now. And much more million are waiting or have experienced either divine healing or one or the other way of the manifestation of the Holy Spirit in their lives. It is just a mere statistics. Maybe they don't know the statistics of what's happening in the corner of Kerala. Maybe in one of the villages. They don't have the statistics. So this is just a closer picture of what we can provide. So they are not fools. There is an experience. It's a personal experience. That is the filling of the Holy Spirit. You know, for most Pentecostal, tongues and healings have been a means to great rent. As one modern Pentecostal leader put it in this way: in spite of charges to the contrary, Pentecostals do not spend all their time talking about tongues. They have instead consistently sought to bring people to Christ. You look about the revival which is happening in China these days, in India, around the globe. Who has contributed for the greatest revival? I'm not saying brethren people didn't do nothing. They must have done that. But without the power of the Holy Spirit and the manifestation of the Holy Spirit, you can do nothing. Because the people will not be attracted to it. That's how Holy Spirit works in the lives of people. They come through miracles. They see miracles and they believe that God is at work. If you sit in your chair, you are still a pew warmer. You can be in a close community, sing some songs, exhort yourself, edify yourself, walk away. That is no good for the world. But if you step out with the power of the Holy Spirit, there will be changes, and that change is happening around the globe. Look at the revival in China which is happening these days. Look at what is happening in Argentina these days. The greatest church of Paul Yonggi Cho. 240,000 members gathers for that one ministry, one service alone. Do you think that they are not experiencing any power of the Holy Spirit? There are signs and wonders following them. Jesus said, when you go, signs and wonders will follow you. It's not that you seek after it, but it will come after you, because the power of the Holy Spirit, that is the power of resurrection, is in them. Hallelujah. I just want to exhort you. Let me just cut short it here. Speaking in tongues is not just an occurrence which happened in 1901 by some of our friends to claim that there is a Madama Agnes did something great. No, that is absolutely wrong. It has been there in the histories. In 1896, W.F. Bryan and his followers, if you look into the history, just Google it, probably you'll find some of these evidences, has spoken in tongues. And this group has later became
the Church of God established in Cleveland, Tennessee, of the earth. True origins of the scripture should not be convenience nor translated in literal sense. You have to go to the roots of every writings which has been said. In 2 Timothy chapter 3 verse 16, all scripture is God-breathed and used for teaching, rebuking, correcting, and training in righteousness. We believe in the Trinity. They agree and exist in unity and equality. Creation and spirit prevailed upon the waters. John 1, Christ existed at time of creations. He always did and is and will be. Likewise, the Holy Spirit too. Do not discount the working of the Spirit. He is unique and his giftings. The baptism of the Holy Spirit, evidence of speaking in tongues, being the sign of infilling. The gifts of the Spirit, teaching, serving, healings, etc. The Holy Spirit cannot be limited in his function and his purpose because of your convenience. Because you never experienced. Don't say that it is not there. That is wrong. And that is a blasphemy to the Holy Spirit and the Word of God. That is what it is clearly stated in the Word of God. Because we believe in the infallibility of the Word of God. The Greater Commission is still relevant at this time. And the way it was commissioned is clearly stated in Acts chapter 1 verse 8. When they sent out disciples, make disciples, that discipleship is still going on until the coming of Christ. My time is up. Experience cannot be denied regardless of what anyone says. The gospel is to be lived out abundantly. Salvation is a stepping stone, but there is much more to do. Our coming of the Christ is near. There's greater works to be done because Jesus promised, you shall do greater things than I. And that is our commission. May God bless you. Next. My time is up. Experience cannot be denied regardless of what anyone says. The gospel is to be lived out abundantly. Salvation is a stepping stone, but there is much more to do. Our coming of the Christ is near. There's greater works to be done because Jesus promised, you shall do greater things than I. And that is our commission. May God bless you.